പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഹോളി സ്പിരിറ്റിനെ അനുഭവിപ്പാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മളുടെ സംസാരവും ചിന്തയും നമ്മളുടെ വികാരങ്ങളും എല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയാണെങ്കിൽ എന്ന ബ്ലെസ്ഡ് ലൈഫായിരിക്കും അല്ലേ? നമ്മളുടെ ജീവിതം എത്ര ജയകരമായിരിക്കും. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കാം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. അവിടുന്ന് നമ്മളെ നിയന്ത്രിക്കും, നമ്മളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തും. കർത്താവിനെ പോലെയാക്കി നമ്മളെ ഓരോ ദിവസങ്ങളിലും പരിശുദ്ധാത്മാവ് തീർക്കും. പലപ്പോഴും നാം പെട്ടെന്ന് പ്രതികരിക്കും അല്ലേ? എന്തെങ്കിലും ഒന്ന് കേൾക്കേണ്ട താമസം നാം പെട്ടെന്ന് പ്രതികരിക്കും. വായി വരുന്നത് അങ്ങ് പറയും. പറഞ്ഞതിന് ശേഷം നാം റിഗ്രറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, കുറച്ചും കൂടെ ക്ഷമിക്കാമായിരുന്നു എന്നൊക്കെ നാം പിന്നത്തേതിൽ ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട്. വളരെ മാതൃകാപരമായ ഒരു പ്രതികരണം ഞാൻ വചനത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. 1 ശമൂവേൽ 1-ാം അധ്യായം 13, 14, 15 വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ. അവിടെ നമുക്ക് ഹന്നയെക്കുറിച്ചാണ് വായിക്കുവാൻ സാധിക്കുന്നത്. ഹന്നയുടെ ഹസ്ബൻഡ് എൽക്കാന, അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, പെനീന. നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. പെനീന നിരന്തരം ഹന്നയെ നിന്ദിച്ചു കൊണ്ടിരുന്നു, വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഭാരപ്പെട്ടിരുന്ന ഹന്ന ഒരിക്കൽ ദേവാലയത്തിൽ കടന്നുപോയി. നമ്മളും അങ്ങനെയല്ലേ? മാനുഷികമായ വാക്കുകൾ കേട്ട് മുറിയപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയം പകരുവാൻ നാം ആഗ്രഹിക്കുമല്ലേ? പക്ഷേ അവിടെ കടന്നു പോകുമ്പോഴും നാം മുറിപ്പെടുന്ന അനുഭവമാണെങ്കിലോ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. തന്നെ ദൂരത്ത് നിന്ന് ശ്രദ്ധിച്ച എലി പുരോഹിതൻ ഹന്ന വീഞ്ഞു കുടിച്ചിട്ടുണ്ട് എന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എന്നിട്ട് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ശബ്ദമൊന്നും പുറത്ത് വന്നില്ല, തൻ്റെ ചുണ്ട് അനങ്ങിയതേ ഉള്ളൂ. അത് കണ്ട് എലി പുരോഹിതൻ ചിന്തിച്ചു, താൻ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുക. എന്നിട്ട് തൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, ഹന്നയോട് പറഞ്ഞു, നിൻ്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളോട് വല്ലതുമാണെങ്കിൽ നാം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഒന്നാമത് ഹൃദയം തകർന്നിരിക്കുന്നു, ആശ്വസിക്കുവാൻ മറ്റൊരിടവുമില്ല. അതിനായിട്ട് ഓടിയെത്തിയിരിക്കുകയാണ് ആലയത്തിൽ. അപ്പോൾ ആലയത്തിലെ പുരോഹിതൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞാൽ നാം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇവിടെ ഹന്ന എത്ര മനോഹരമായിട്ടാണ് പ്രതികരിച്ചേ. നോക്കിക്കേ, ആ വചനം 15-ാം വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. അവിടെ പുരോഹിതനെ താൻ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നേ? യജമാനനെ, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടില്ല, നോക്കിക്കേ, എനിക്ക് ലഹരി പിടിച്ചതല്ല. എത്ര മനോഹരമായി, വളരെ വിനയത്തോടെ താഴ്മയോടെ താൻ പ്രതികരിക്കുന്നു. അത് എന്നെ വല്ലാണ്ട് സ്പർശിച്ചു. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന വചനം നമ്മെ രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരണം. നാം ഈ ദിവസങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ട് പ്രതികരിക്കുന്ന വ്യക്തിത്വങ്ങളാണെങ്കിൽ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരത്തിലൊന്ന് വിധേയപ്പെടുത്താം. അങ്ങനെ പ്രതികരിച്ച് ചിലർ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുറിയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ആ ഫാസ്റ്റ് റെസ്പോൺസ് മൂലം, പെട്ടെന്നുള്ള പ്രതികരണം മൂലം പ്രശ്നങ്ങൾ വഷളായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊന്ന് തീരുമാനിക്കാം, നമ്മൾക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആകാം. നമ്മൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും, നമ്മളെ ഇപ്പോൾ തകർത്ത് കളയും എന്ന് പറയുന്ന പ്രതിസന്ധികളാണെങ്കിലും, എൻ്റെ പപ്പ പറയാറുണ്ട്, കൊമ്പ് കുത്തി വരുന്ന ആന വളരെ ശക്തമായി കൊമ്പിളക്കി നമ്മുടെ അരികിൽ വരികയാണെങ്കിലും അതിനെ സ്നേഹത്തോടെ ശാന്തമാക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് എൻ്റെ പപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും, ആകെ ഇളകി മറിയുന്ന അന്തരീക്ഷമാണെങ്കിലും, അവിടെ നാം ഒന്ന് സൗമ്യതയോടെ നിൽക്കുകയാണെങ്കിൽ, സ്നേഹത്തോടെ ഇടപെടുകയാണെങ്കിൽ, വളരെ സോഫ്റ്റായിട്ടൊന്ന് പ്രതികരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ ശമിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ചിലരുണ്ട് കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കും. അപ്പോൾ തീ ആളിക്കത്തും അല്ലേ? നമുക്ക് തീരുമാനിക്കാം, നമ്മളുടെ കുടുംബത്തിൽ ഒരാൾ അകാരണമായി കോപിച്ചു, ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, വളരെ വിധേയത്വത്തോടെ വിനയത്തോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് വളരെ സോഫ്റ്റായിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്യുവാൻ നമ്മളെ തന്നെ ഒന്ന് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. നോക്കിക്കേ, ഹന്ന എത്ര വലിയൊരു എക്സാമ്പിളാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ കേട്ട ഈ വായിച്ച വചന
വചനപ്രകാരം നമ്മളെ ഒന്ന് ഒരുക്കുവാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. നമ്മളുടെ ശാന്തമായ പ്രതികരണം, നമ്മളുടെ സ്നേഹത്തോടുള്ള പ്രതികരണം, നമ്മൾ ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതനുസരിച്ചിരിക്കും ആ വിഷയത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാകുന്നത്, അതിന് ആ വിഷയം പരിഹരിക്കപ്പെടുന്നത്. അത് എത്ര വലിയ വിഷയമാണെങ്കിലും നമ്മളുടെ പ്രതികരണത്തിലൂടെ അതിനെ ശാന്തമാക്കുവാൻ സാധിക്കും. അതിനായി കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ നാവിനെ, ഞങ്ങളുടെ സംസാരത്തെ, ഞങ്ങളുടെ ജീവിത രീതിയെ, ഞങ്ങളുടെ പ്രതികരണത്തെ ഒക്കെ ഒന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. ഞങ്ങളെ കുറെ കൂടെ സോഫ്റ്റ് ആക്കണമേ, ഞങ്ങളെ കുറെ കൂടെ ശാന്തമാക്കണമേ. സൗമ്യതയോടെ ഇടപെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. മറ്റുള്ളവർ ഞങ്ങളിൽ യേശുവിനെ കാണട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.